ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തൊരു വ്യക്തിയാണോ എങ്കിൽ CSIS പോർട്ടലിന്റെ ഫേസ് 3 ആയ അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സീറ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അക്സെപ്റ്റ് ചെയ്യാത്ത പക്ഷം നിങ്ങൾ DUവിന്റെ തുടർന്നുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും പുറത്താവപ്പെടുന്നതാണ്. അതുകൊണ്ട് സീറ്റ് ലഭിച്ചവരെല്ലാം അവരുടെ സീറ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ലഭിച്ചത് ആ കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അതിന്റെ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് DUവിന്റെ തുടർന്നുള്ള അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കാൻ കഴിയുന്നതല്ല. ഫീസ് അടക്കാനുള്ള അവസാന തീയതി വരുന്നത് ജൂലൈ 23 വൈകിട്ട് 5 മണി വരെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം വരുന്നത് ജൂലൈ 19 മുതൽ ജൂലൈ 21 വരെയാണ്. അങ്ങനെ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ഓർ ഫ്രീസ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതോടുകൂടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത കോളേജിൽ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് ലോക്ക് ആവുകയും തുടർന്നുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പിൻവലിക്കപ്പെടുകയും ചെയ്യും. ഇനി അതല്ല, നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ളതല്ല എങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതോടുകൂടി നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിലേക്ക് പാസ്സാവുന്നതാണ്. അങ്ങനെ അപ്ഗ്രേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച സീറ്റിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ആവുകയും ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെയാണ് തേർഡ് അലോട്ട്മെന്റും തുടർന്നുള്ള പ്രോസസ്സും നടക്കുന്നത്. ഇനി നിങ്ങൾ രണ്ട് ഓപ്ഷനും ക്ലിക്ക് ചെയ്യാത്ത പക്ഷം അതിന്റെ ഡേറ്റ് കഴിയുന്നതോടുകൂടി ആ സീറ്റ് ഓട്ടോ ലോക്ക് ആവുന്നതാണ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ആവുന്നതാണ്. ജൂലൈ 24 ഡൽഹി യൂണിവേഴ്സിറ്റി വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം പുറത്തുവിടുന്നതാണ്. അതോടൊപ്പം തന്നെ ജൂലൈ 24 മുതൽ ജൂലൈ 25 വൈകിട്ട് 5 മണി വരെ പ്രിഫറൻസ് റീഓർഡർ ചെയ്യാനുള്ള ടൈമും ഡൽഹി യൂണിവേഴ്സിറ്റി തരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ അപ്ഗ്രേഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുകളിലേക്കുള്ള പ്രിഫറൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷം തുടർന്നുള്ള പ്രോസസ്സിലും ലഭിച്ച സീറ്റുകളിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ക്യാൻസൽ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അടച്ച ഫീസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇതുപോലത്തെ CET റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക.